മുതിർന്ന ഉദ്യോഗസ്ഥന്മാർ എന്നോട് പറഞ്ഞു, പുറത്തു പോയി നോക്കിയപ്പോൾ അവിടെ എല്ലാ ചാനലുകാരും നിൽക്കുകയാണ്. എന്നെ ഒന്ന് ഉപദേശിച്ചു. എന്നെ ഉപദേശിച്ചത് എന്താ എന്ന് ചോദിച്ചാൽ, നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ പുറയിക്കൂടെ പോകാനുള്ള ഒരു വഴിയുണ്ട്, അതുവഴി അങ്ങ് പോയാൽ എന്താ സാറേ? ഞാൻ പറഞ്ഞു, ഞാൻ മുൻപിൽ കൂടി കടന്നു വന്നു എങ്കിൽ കടന്നു പോകുന്നതും മുൻപിൽ കൂടി ഞാൻ കടന്നു പോകും. അവിടെ നിൽക്കുന്ന ആളുകളെ കണ്ട് മറുപടി പറഞ്ഞതിന് ശേഷമായിരിക്കും ഞാൻ പോകുന്നത് എന്ന് ഞാൻ അവരോട് പറഞ്ഞു. അപ്പോ പുറയിക്കട പോകാൻ വഴിയുണ്ട് എന്ന് എനിക്ക് വഴി കാണിച്ചു തന്ന ആളുകളോട് ഒന്ന് ഞാൻ പറയാം. എന്നെ വിളിപ്പിച്ച എന്താണെന്ന് അറിയാമല്ലോ, ഒരു ഫോട്ടോ. ആ ഫോട്ടോയാണ് കാരണം. ആ ഫോട്ടോ കാരണമാണ് എന്നെ വിളിച്ചത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം നിൽക്കുന്ന ഫോട്ടോ. ഞാനില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം നിൽക്കുന്ന ഫോട്ടോ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ നിയോജകമണ്ഡലത്തിലുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹം എന്നെ വന്ന് വിളിച്ചത് ശബരിമലയിൽ നടക്കുന്ന അന്നദാനം ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടിയാണ്. ആ ശബരിമലയിൽ നടന്ന അന്നദാനം ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടി ഞാൻ പോയി എന്നുള്ളതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ഞാൻ മാത്രമാണോ? ഫോട്ടോ ഒരുപാട് പേരുടെ വന്നില്ലേ? എന്റെ എന്നെ കൊണ്ട് എന്റെ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുവാൻ വേണ്ടി ഇരുന്ന ഉദ്യോഗസ്ഥനും ഞാൻ ചോദിച്ചു, ഈ ഫോട്ടോ വന്ന എല്ലാവരെയും വിളിക്കുമോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം ഇരുന്ന് ചിരിക്കുക. അദ്ദേഹത്തിന് മനസ്സിലായി എന്തോ ഞാൻ ചോദിച്ചതെന്നുള്ളൂ. ഞാൻ പറഞ്ഞത് മറ്റൊന്നുമല്ല, അടൂർ പ്രകാശ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ മുന്നിലൂടെ കടന്നുപോയി തിരിച്ചിറങ്ങിയതും അതേ പടിയിലൂടെ ഇറങ്ങി ഞാൻ പുറത്തേക്ക് വന്നു എങ്കിൽ ശ്രീ പിണറായി വിജയൻ ഈ ഫോട്ടോയുടെ അടിസ്ഥാനത്തിൽ അവിടെ അന്വേഷണം നടന്നാൽ, ആ അന്വേഷണം നടക്കുമ്പോൾ അദ്ദേഹത്തിന് പുറകിൽ കൂടിയുള്ള വഴി കാണിച്ചു കൊടുക്കാൻ ഞാൻ ഉദ്യോഗസ്ഥർ. അദ്ദേഹം അതിനുവേണ്ടി കുറെ ഉദ്യോഗസ്ഥരെ അവിടെ നിയോഗിച്ചിരിക്കുകയാണ്. SP ഒന്നുമല്ല, വേറെ എന്താ CA പോലീസോ എന്തുവാണ്, ആരോ രണ്ടുപേരെ ഇപ്പൊ നിയോഗിച്ചിട്ടുണ്ട്. അവരാണ് ഈ പുറത്തെ എല്ലാ കാര്യങ്ങളും കൊടുക്കുന്നത്. ചാനലുകാരെ വിളിച്ച് പറയുന്നു, ദാ അവിടെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞത്, പണ്ട് പിണറായി വിജയന് മറ്റൊരു തിരുവനന്തപുരം ജില്ലയിൽ ഒരു അനുഭവമുണ്ട്. നിങ്ങൾ ഓഖിയെ കുറിച്ച് കേട്ട് കാണുമല്ലോ. ഓഖി എന്ന് പറയുന്ന കടൽക്ഷോഭം. ആ കടൽക്ഷോഭമുണ്ടായ സ്ഥലത്തേക്ക് ശ്രീ പിണറായി വിജയൻ പോയി. മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ വാഹനത്തിലാണ് അദ്ദേഹം പോയത്. തിരികെ പോന്നത് സ്വന്തം വാഹനത്തിൽ കയറി പോരുവാൻ അനുവദിച്ചില്ല അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ. അവർ ഒത്തുചേർന്നുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങളും പ്രയാസങ്ങളും നിങ്ങൾ അന്വേഷിക്കുവാൻ വേണ്ടി ഇപ്പോൾ വന്നവരാണ്. ആ ദുഃഖങ്ങളെക്കുറിച്ചും പ്രയാസങ്ങളെക്കുറിച്ചും അന്വേഷണം നടത്തുവാൻ പറഞ്ഞ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞിട്ട് പോകണമെന്ന് അവിടെയുള്ള മത്സ്യത്തൊഴിലാളികൾ ശാഠ്യം പിടിച്ചു. അവസാനം അദ്ദേഹം പോയ 1-ാം നമ്പർ വാഹനം അല്ലേ, 1-ാം നമ്പർ വാഹനത്തിലല്ലേ അദ്ദേഹം പോകുന്നത്, അവിടെ ഇട്ടിട്ട് പോകുന്നത് കൂടെ ഉണ്ടായിരുന്ന അന്നത്തെ റവന്യൂ വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മന്ത്രി, കാസർഗോഡുകാരനായ എന്താ പുള്ളിയുടെ പേര്, ചന്ദ്രശേഖരൻ. അദ്ദേഹത്തിന്റെ വണ്ടിയിൽ കയറിയാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒന്ന് പറയുന്നു, മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യുന്ന അവസരത്തിൽ പുറകിൽ കൂടി പോകാനുള്ള വഴി എല്ലാം ക്ലിയർ ആക്കി വെച്ച് നിങ്ങൾ ചോദ്യം ചെയ്യണം എന്ന് ഞാൻ സൂചിപ്പിക്കുന്നുണ്ട്. ഞാനിവിടെ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ ഇവിടുത്തെ നിങ്ങളുടെ MLA ആരാ? ശൈലജ ടീച്ചർ അല്ലയോ? ശൈലജ ടീച്ചർ അല്ലേ? 1-ാം പിണറായി വിജയന്റെ മന്ത്രിസഭയിലെ ആരോഗ്യവകുപ്പ് മന്ത്രി, 1-ാം പിണറായിയുടെ ആദ്യത്തെ മന്ത്രിസഭയിലെ ആരോഗ്യവകുപ്പ് മന്ത്രി. ഞാൻ ആരോഗ്യവകുപ്പിന്റെ ചുമതല വഹിച്ച ഒരാളാണ്.
ബഹുമാന്യനായ ശ്രീ ഉമ്മൻചാണ്ടി എന്നെ വിളിച്ചു. എപ്പോഴാണ് വിളിച്ചെന്നറിയോ? 2011 മന്ത്രിസഭ ഏറ്റെടുത്ത് ചുമതല വഹിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഒരു ദിവസം അർദ്ധരാത്രിയിൽ, അദ്ദേഹത്തിന് രാത്രിയെന്നോ പകലൊന്നൊന്നുമില്ല, അർദ്ധരാത്രി ഏതാണ്ട് 12-12:30 മണിയായപ്പോൾ ഉമ്മൻചാണ്ടി എന്നെ വിളിക്കുകയാണ്. വിളിച്ച് ഞാൻ ഫോൺ എടുത്തപ്പോൾ എന്നോട് ചോദിച്ചു, താൻ ഉറങ്ങിപ്പോയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇപ്പം ഞാൻ ഉറന്നിരിക്കുകയാണ്. എന്നാൽ പിന്നെ താൻ വേഗം അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്തേക്ക് എല്ലാം പറഞ്ഞു. ഞാൻ അവിടെ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഇന്ന് കേരളത്തിലുള്ളത് 5 മെഡിക്കൽ കോളേജ് മാത്രമാണ്. ഒന്ന് തിരുവനന്തപുരം, മറ്റൊന്ന് ആലപ്പുഴ, പിന്നൊന്നുള്ളത് കോട്ടയം, പിന്നെ തൃശ്ശൂര്, പിന്നൊന്നുള്ളത് കോഴിക്കോട്. അപ്പൊ ഈ 5 മെഡിക്കൽ കോളേജ് ഉള്ളപ്പോൾ ആ 5 മെഡിക്കൽ കോളേജ് കൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഏറ്റവും പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ജില്ലകൾ തെരഞ്ഞെടുത്തുകൊണ്ട് പുതിയ മെഡിക്കൽ കോളേജ് കൊടുക്കണം. അതിനുവേണ്ടിയാണ് എന്നെ വിളിച്ച് ഉണർത്തി എന്നോട് പറഞ്ഞു, വേഗം ഇവിടേക്ക് വരാൻ പറഞ്ഞു. ചെന്ന് കഴിഞ്ഞപ്പോൾ ഏറ്റവും പിന്നോക്കാവസ്ഥയുള്ള ജില്ലകൾ, ഒന്ന് ഇടുക്കി, മറ്റൊന്ന് മലപ്പുറം, പിന്നെ കാസർഗോഡ്. അപ്പൊ എനിക്ക് ഒരു സ്വാർത്ഥ താല്പര്യം ഉണ്ടല്ലോ, ഞാൻ പത്തനംതിട്ടക്കാരനാണ്, ശബരിമലയുടെ ഒരു മേഖലയിലുള്ള ഒരു മന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ പറഞ്ഞു, എനിക്കൊരു സ്വാർത്ഥ താല്പര്യമുണ്ട്. അങ്ങനെയെങ്കിൽ പത്തനംതിട്ടയിൽ കൂടി ഒരു മെഡിക്കൽ കോളേജ്. അങ്ങനെ 4 മെഡിക്കൽ കോളേജ്. അന്ന് ആരാ ധനകാര്യ വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത്? നമ്മുടെ KM മാണി സാറാണ്. ഇപ്പൊ മാണി സാറിന്റെ മോന് എന്തോ യാത്ര ഇപ്പോഴത്തെ നടത്തിക്കൊണ്ടിരിക്കുന്നത്, വികസന മുന്നേറ്റ ജാഥ നടത്തിക്കൊണ്ട് അദ്ദേഹം പോവുകയാണ്. ഞാനിത് പറഞ്ഞു വന്നത് എന്താണെന്ന് അറിയാം. നിങ്ങളുടെ ഇപ്പോഴത്തെ MLA അവര് മന്ത്രിയായിരിക്കുമ്പോൾ, ഞാനന്ന് MLA ആയിരിക്കുകയാണ്. ഞാൻ അവരോട് എന്ന് പറഞ്ഞു, കോന്നിയിൽ ഞങ്ങൾ പണി കഴിച്ച് പൂർത്തീകരിച്ചിട്ടുള്ള മെഡിക്കൽ കോളേജ് ഉണ്ട്. ആ മെഡിക്കൽ കോളേജ് ഒന്ന് ഉദ്ഘാടനം ചെയ്യണം എന്ന് പറഞ്ഞു. 2017 കാലഘട്ടത്തിൽ, 16 വരെ ഞാനും മന്ത്രിയായിരുന്നു. അത് കഴിഞ്ഞ് 17 കാലഘട്ടത്തിൽ വീണ്ടും MLA ആയപ്പോൾ ഞാൻ ചെയ്തു പറഞ്ഞു. അപ്പൊ ഉടനെ ഇവരെന്നോട് പറഞ്ഞു, ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ദോ അപ്പുറത്തിരിക്കുന്ന ആ മുഖ്യമന്ത്രിയെ കണ്ട് ഈ കാര്യങ്ങളൊന്ന് പറയണം. എന്താ? ഇതൊന്ന് ഉദ്ഘാടനം ചെയ്യണം എന്ന് അവിടെ പോയി പറയാൻ പറ്റും. ഞാൻ മുഖ്യമന്ത്രിയെ നേരെ പോയി കണ്ടു. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഇതെല്ലാം പണി പൂർത്തീകരിച്ചിരിക്കുകയാണ്, നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് അതിന് ഉദ്ഘാടനം ചെയ്യണം. ഉദ്ഘാടനം ചെയ്താൽ 50 കുട്ടികൾക്ക് MBBS-ലൂടെ പഠിക്കുവാനുള്ള അവസരമുണ്ടാകും. അതുണ്ടാക്കി തരണമെന്ന് ആവശ്യപ്പെട്ടിട്ട് ഇതെല്ലാം കേട്ട്, എന്താ ഈ പാറയ്ക്ക് എന്താ കാറ്റടിക്കുമ്പോ അങ്ങനെ കണ്ടൊരു ചൊല്ലില്ലേ, ഉണ്ടോ? ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട്. അനങ്ങാതെ അവസാനം ഞാൻ ഒരു ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തു. ആ നോട്ടീസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിന് മറുപടി പറയേണ്ടത് ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ്, നിങ്ങളുടെ ഇപ്പോഴത്തെ MLA ആണ്. അവര് മറുപടി പറഞ്ഞപ്പോൾ അവര് പറഞ്ഞു, കോന്നിയിലെ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് മനുഷ്യന് വേണ്ടി ഉണ്ടാക്കിയ മെഡിക്കൽ കോളേജ് അല്ല. അവിടുത്തെ ആ പ്രദേശത്തിന്റെ പേര് നിർഭാഗ്യവശാൽ പണ്ട് ആനകുത്തി എന്നാണ് ആ പ്രദേശത്തിന്റെ പേര്. ആനകുത്തി എന്ന് പറയുന്ന പ്രദേശത്ത് നിങ്ങൾ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കാൻ നിങ്ങൾ എടുത്ത ധൈര്യത്തെ എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. അതിന് പറ്റിയ സ്ഥലമല്ല എന്നാണ് അവർ പറഞ്ഞത്. പിന്നെയും നാളുകൾ പോയി. 2019 എന്നോട് പാർട്ടി പറഞ്ഞു, ആറ്റിങ്ങൽ പോയി മത്സരിക്കാൻ പറഞ്ഞു. ആറ്റിങ്ങൽ പോയി മത്സരിക്കാൻ ഞാൻ തയ്യാറെടുപ്പ് നടത്തി. നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് നോമിനേഷൻ കൊടുത്തതിന് ശേഷം പിന്നീട്
വിജയം കൈവരിച്ചതിന് ശേഷം ശ്രീ സണ്ണി ജോസഫ് ഉൾപ്പെടെ അവിടെ ഇരിക്കുന്ന ആ സമ്മേളനത്തിൽ വെച്ച് ഞാൻ നിയമസഭയിൽ കയറി അവസാനത്തെ എൻ്റെ പ്രസംഗം നടത്തി. അവസാനത്തെ എൻ്റെ പ്രസംഗം എന്ന് പറയുന്നത് വീണ്ടും ഒരു ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, കോന്നിയിലെ പാവപ്പെട്ട ആളുകളാണ്, അവരെ ദ്രോഹിക്കരുത്, അവിടെയുള്ള ജനങ്ങൾക്ക് ആ മെഡിക്കൽ കോളേജിൽ തുറന്നു കൊടുക്കണം. അതായിരുന്നു എൻ്റെ അവസാനത്തെ പ്രസംഗം നിയമസഭയിൽ. ഞാൻ നിങ്ങൾ ഇപ്പോ ശൈലജ ടീച്ചറിനെ കുറിച്ച് ഒരുപാട് വർത്തമാനങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഞാൻ അവരെ വ്യക്തിപരമായി ആക്ഷേപിക്കുവാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളല്ല. എങ്കിലും സണ്ണി ജോസഫ് ഒക്കെ മറന്നുപോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കോവിഡ് കാലഘട്ടത്തിൽ ഈ ഡോക്ടർമാര് കൈയിടുന്ന എന്താ, ഗ്ലൗസ് അല്ലേ? ഗ്ലൗസ്. പിന്നെ നമ്മൾ മുഖം ഇപ്പൊ ഇവിടെ ആരും മുഖം മൂടി വെച്ചിട്ടില്ല. മാസ്ക്, ഇതെല്ലാം വാങ്ങുന്നവരാണ്. ആരോഗ്യവകുപ്പ് മന്ത്രി, ഇവിടുത്തെ ഇപ്പോഴത്തെ MLA ശൈലജ ടീച്ചർ. അവർ ചെയ്തത് എന്താണെന്ന് അറിയാമോ? അവിടെ ഒരു പച്ചക്കറിക്കാരൻ, പച്ചക്കറി കച്ചവടം നടത്തുന്ന, കഴക്കൂട്ടത്തുള്ള ഒരു പച്ചക്കറി കച്ചവടം നടത്തുന്ന ആളിന്റെ പേരിലാണ് 7 രൂപ വിലയുള്ളത് 12 രൂപ വിലയ്ക്ക് വാങ്ങുന്നത്. ഇത് പുറത്തു പറഞ്ഞു. ഇപ്പൊ രഹസ്യമായി വെച്ചോണ്ടിരിക്കുക. ഇതൊക്കെ പുറത്ത് ഓരോന്നോരോന്ന് വരാൻ പോകുന്നേ ഉള്ളൂ. അത് രഹസ്യമായി വെച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അന്ന് ശൈലജ ടീച്ചർ പറഞ്ഞു, ഞാൻ മാത്രമല്ല ഇതിന്റെ കുറ്റക്കാരൻ. എന്ന് വെച്ചാൽ ഞാൻ ഒറ്റയ്ക്ക് ചെയ്തതല്ല. 7 രൂപയ്ക്ക് കിട്ടുന്നത് 12 രൂപ വിലയ്ക്ക് വാങ്ങിയെങ്കിൽ അതിന്റെ പിന്നിൽ ചില ആളുകൾ കൂടി ഉണ്ട് എന്ന് പറയുമ്പോൾ അതാരാണ് എന്നതിനെ കുറിച്ച് നിങ്ങൾക്കും അല്പം ബോധ്യം ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. അവരാണ് ഞങ്ങളെയൊക്കെ ഇന്ന് ജനമുന്നേറ്റ യാത്ര എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ വന്നുകൊണ്ട് ആക്ഷേപിക്കുവാൻ വേണ്ടി. ഞാൻ അവരെ ആക്ഷേപിക്കുവാൻ വേണ്ടിയല്ല. എങ്കിലും ജനങ്ങൾ അറിയണം, ഇന്ന് ജനങ്ങളോട് കാണിക്കുന്ന ദുരിതപൂർണമായ ഇതുപോലെയുള്ള അവസ്ഥകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി, അവരുടെ ചില വർത്തമാനങ്ങളൊക്കെ കേട്ടാൽ തോന്നും അവര് ഇപ്പൊ ഈ അടുത്ത സമയം എന്റെ ജില്ലക്കാരിയായി. അതാ പ്രശ്നം. എനിക്ക് കൂടി നാണക്കേടാ. അവരെന്റെ ജില്ലക്കാരിയായി. അവരെന്ത് പറയുന്നത് കേട്ടാൽ ആകെ മെഡിക്കൽ കോളേജ്, ആരോഗ്യ രംഗം എല്ലാം സമ്പൂർണതയിൽ എത്തിച്ചത് ഞങ്ങളുടെ സർക്കാർ, ഈ സർക്കാർ വന്നതിന് ശേഷമാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഞങ്ങൾ എല്ലാ മെഡിക്കൽ കോളേജിന്റെ മുമ്പിലേക്ക് ഒരു സമരം നടത്തി. ആ സമരം നടത്തിയത് എന്തിനു വേണ്ടിയായിരുന്നു എന്ന് ശ്രീ സണ്ണി ജോസഫ് ഇവിടെ സംസാരിക്കുമ്പോൾ അദ്ദേഹം സൂചിപ്പിക്കും. അദ്ദേഹം KPCC പ്രസിഡന്റായി വന്നതിന് ശേഷം ഞങ്ങളോട് പറഞ്ഞനുസരിച്ചാണ് ഞങ്ങൾ സമരത്തിന് പോയത്. ആരോഗ്യ രംഗത്തെ കെടുകാര്യസ്ഥത ജനങ്ങളിലെത്തിക്കുവാൻ വേണ്ടി, ആരോഗ്യ രംഗത്തെ കെടുകാര്യസ്ഥത ജനങ്ങളിൽ എത്തിക്കുവാൻ വേണ്ടിയുള്ള ചുമതലകൾ അന്ന് ഞങ്ങൾ അത് ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ മുമ്പോട്ട് പോയി. അങ്ങനെ മുമ്പോട്ട് പോയതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഞങ്ങൾ പറയുന്നു, കേരളത്തിലെ ആരോഗ്യ രംഗത്തൊരു പുതിയ ജീവൻ കണ്ടെത്തുവാൻ, ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ UDF ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഞങ്ങൾ മുമ്പോട്ട് പോകും എന്ന യാഥാർത്ഥ്യങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരായ നിങ്ങളെ എല്ലാവരെയും അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇത് ഞാൻ സൂചിപ്പിക്കുന്ന മറ്റൊന്നും കൊണ്ടല്ല. നമുക്ക് നമ്മുടെ രാജ്യത്ത് ചില അവകാശങ്ങളുണ്ട്. ആരുടെ ഔദാര്യമല്ല എന്ന് നമ്മൾ കാണണം. നമ്മൾ ആരോഗ്യ രംഗത്ത് 1-ാം സ്ഥാനത്തായിരുന്നു എന്ന് നമ്മൾ അവകാശപ്പെടുമ്പോൾ ആ അവകാശങ്ങളെല്ലാം തട്ടിത്തെറിപ്പിച്ചുകൊണ്ട്, തകർത്തെറിഞ്ഞുകൊണ്ട് മുൻപോട്ട് പോകുന്ന ഒരു സർക്കാരായി ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ മാറിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇന്നിവിടെ ഒത്തുചേർന്നുകൊണ്ട്
എന്റെ പ്രിയപ്പെട്ടവരായ നിങ്ങളെ കണ്ടുകൊണ്ട് ഞങ്ങൾ പറയുന്നു, വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ കടന്നു വരണം. UDF അധികാരത്തിൽ കടന്നു വരുന്നതിന് വേണ്ടി എന്റെ പ്രിയപ്പെട്ടവരായ നിങ്ങൾ കാണിക്കുന്ന ഈ ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങൾക്ക് നിങ്ങളെ എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുക. ഈ നട്ടുച്ച നേരത്തെ ഇവിടെ വന്നിരുന്നു കൊണ്ട് ഒരുപക്ഷെ നമ്മളൊക്കെ പറയും, തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ല എന്ന് പറയുന്ന അക്ഷരാർത്ഥത്തിലാണ് ഇവിടെ ഉള്ളത്. ഇവിടെ നിങ്ങൾ ഈ വെയിലത്തിരുന്ന് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു. അപ്പോൾ നിങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞങ്ങൾ പറയുന്നു, UDFന്റെ നേതൃത്വത്തിൽ ഇവിടെ അധികാരത്തിൽ കടന്നു വരുന്നതിന് വേണ്ടിയുള്ള അവസരം ഒരുക്കിയെടുക്കണം. ആ അവസരം ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി നിങ്ങളുടെ സഹായങ്ങൾ, നിങ്ങളുടെ അനുഗ്രഹങ്ങൾ, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ, നിങ്ങളുടെ പ്രാർത്ഥനകൾ ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്ന് വിനയപൂർവ്വം നിങ്ങളോട് അപേക്ഷിച്ചുകൊണ്ട് ബഹുമാന്യായ നമ്മുടെ പ്രതിപക്ഷ നേതാവ് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കാതെ എന്റെ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ നന്മകളും ഈശ്വര അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എന്റെ ചെറിയ വാക്കുകൾ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. നമ്മുടെ ജാഥ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ജാഥ എത്തുന്നതിന് മുമ്പ് സ്വാഗതഗാനം ആലപിക്കുന്നതിന് വേണ്ടി മുണ്ടയോട് കുഞ്ഞികൃഷ്ണൻ മാസ്റ്ററെയും ടീമിനെയും ക്ഷണിക്കുന്നു. സംരക്ഷിച്ചു പിടിക്കാൻ വേദാന്തജാഗ്രതകാത്തുവച്ച് നവീന കേരളം പുനഃസൃഷ്ടിക്കാൻ പുതുയുഗജാഥയുമായി നമ്മൾ പരിവർത്തനത്തിൻ യാത്രയാൻ വരവാൻ വീരി വരവാൻ നാഷണൽ കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. നിതാന്തമായ സമരപഥങ്ങളിൽ കരുതലായി കാവലായി പ്രക്ഷോഭത്തിൻ കൊടുങ്കാറ്റായി വീശിയടിക്കും പ്രസ്ഥാനം. സമരപാതയിൽ കരുതലായി കണക്കും പ്രസ്ഥാനം. സമരജ്വാലകളാതെ ഞങ്ങൾ നയിച്ചു നീങ്ങുന്നു, നയിച്ചു നീങ്ങുന്നു. നവയുഗ സൃഷ്ടിക്കായി പൊരുതും കേരള ജനതന അതിജീവന യാത്ര. ഇത് സംരക്ഷണ യാത്ര, നവീന കേരള സംരക്ഷണ യാത്ര.
വികസനത്തിൻ ശുഭപ്രതീക്ഷയിൽ ആർത്തലച്ചു കുതിച്ചു നീങ്ങും പ്രത്യാശയുടെ യാത്രയിലാ മതേതരത്വം ഊട്ടി വളർത്താൻ സമത്വ സുന്ദര പുതുയുഗയാത്രയിലാ ചരിത്രയാത്രയിലാ ഇത് ധർമ്മസമരം ഇത് ധർമ്മസമരം ദുരയിൽ മുങ്ങിയ അധികാരി വർഗത്തിൻ ബദിരകർണങ്ങൾ ഭേദിച്ചു കയർപ്പൻ അന്ധതമോത്തൊരു അധികാരി വർഗങ്ങൾ സംഘശക്തിയാൽ ഭേദിച്ചു മുന്നോട്ട് പുതുയുഗയാത്ര മുന്നേറി നീങ്ങുന്നു ഇത് മഹായാത്ര ഇത് പരിവർത്തന സന്ദേശയാത്ര ചരിത്രയാത്ര അണിയണിയായി അലയലയായി ഒഴുകി വരൂ മലയാളികളെ ഇത് പരിവർത്തന യാത്ര കേരള നാടിൻ പരിവർത്തന യാത്ര പുതുയുഗയാത്ര പുതുയുഗയാത്ര സ്വാഗതം 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 പ്രിയമുള്ളവരെ, ഇവിടെ മനോഹരമായ സ്വാഗതഗാനം ആശംസിച്ചത് മട്ടന്നൂർ നിയോജക മണ്ഡലം സംസ്കാര സാഹിത്യയുടെ ടീമാണ്. പ്രിയപ്പെട്ട ശ്രീ കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ, ബൈജു സുന്ദരം, പാർവതി ടീച്ചർ, വന്ദന ശ്രീനാഥ്, ശ്രീമതി ശ്രീജിഷ KP അടക്കമുള്ള എല്ലാവരെയും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ ഈ ജാഥ, പ്രിയപ്പെട്ട ജാഥ ലീഡർക്ക് പ്രതിപക്ഷ നേതാവിന് കടന്നു വരാനുള്ള വഴി ഒരുക്കി കൊടുക്കണമെന്ന് അറിയിക്കുന്നു. സ്റ്റേജിന്റെ വലതുവശത്തു കൂടിയാണ് അദ്ദേഹം കടന്നു വരേണ്ടത്. ജാഥ ലീഡർക്ക് കടന്നു വരാൻ വഴിയൊരുക്കി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മട്ടന്നൂരിന്റെ പട്ടണത്തെ പുളകം കൊള്ളിച്ചുകൊള്ളണ്ട് അഭിവന്ദനായ നിലപാടിന്റെ നായകൻ പിടി സതീശൻ മട്ടന്നൂരിന്റെ പട്ടണത്തിലേക്കല്ല, മട്ടന്നൂരിന്റെ ജനതയുടെ ഹൃദയത്തിലേക്ക് ഇതാ കടന്നു വരുന്നു. ഒരു തൊഴിലുറപ്പ് തൊഴിലാളികളെയും ഭീഷണിപ്പെടുത്തി വന്നവരല്ല ഞങ്ങൾ. ഒരു അന്യ സംസ്ഥാന തൊഴിലാളികളോടും മുദ്രാവാക്യം വിളിപ്പിച്ച് വന്നവരല്ല. നിലപാടിന്റെ നായകൻ പിടി സതീശൻ
കണ്ണേ കരളേ നേതാവേ, ഞങ്ങളെ ചങ്കിലെ റോസാപ്പൂവേ, നിലപാടിന്റെ നായകനെ, നിലപാടിന്റെ നായകനെ, മട്ടന്നൂരിന്റെ അഭിവാദ്യം. സ്വാഗതം പറയുന്നതിന് വേണ്ടി UDF നിയോജകമണ്ഡലം കൺവീനർ EP ശംസുദ്ദീനെ ക്ഷണിക്കുന്നു. ഈ സ്റ്റേജിന്റെ മുൻവശത്ത് നിന്ന് അല്പം മാറി നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഈ പുതുയുഗ യാത്രയുടെ നായകനും കേരളത്തിന്റെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള അഡ്വക്കേറ്റ് VD സതീശൻ അവർകളെ, UDF സംസ്ഥാന കൺവീനർ അടൂർ പ്രകാശ് MP അവർകളെ, വേദിയിലുള്ള DCC പ്രസിഡന്റ് ബഹുമാന്യനായ അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്, മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി, UDF നിയോജക മണ്ഡലം UDF ജില്ലാ ചെയർമാൻ ബഹുമാന്യനായ PT മാത്യു, ഏറെ ആദരണീയനും ബഹുമാന്യനുമായിട്ടുള്ള KPCC ബഹുമാന്യനായ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA അവർകളെ, കേരളത്തിന്റെ യുവ പ്രതീക്ഷയായിട്ടുള്ള ഷാഫി പറമ്പിൽ MP അവർകളെ, മറ്റു ബഹുമാന്യരായിട്ടുള്ള UDF നേതാക്കന്മാരെ, ഈ പുതുയുഗ യാത്രയുടെ മട്ടന്നൂർ നിയോജക മണ്ഡലം സ്വീകരണ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുള്ള മട്ടന്നൂർ നിയോജക മണ്ഡലത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കഴിഞ്ഞ 10 വർഷമായി നമ്മുടെ സംസ്ഥാനം ഭരിച്ച് കാട്ടാന കയറിയ കരിമ്പിൻ തോട്ടങ്ങൾ പോലെ ഈ കേരളത്തെ എല്ലാ മേഖലകളിലും തകർന്ന് തരിപ്പണമാക്കിയിട്ടുള്ള പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിനെ താഴെയിറക്കുന്നതിന് വേണ്ടി ഈ കേരളത്തിലെ ജനതയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതീക്ഷയും പ്രത്യാശയുമായി പുതിയ പദ്ധതികളും പുതിയ പരിപാടികളുമായി ഈ നഷ്ടപ്പെടുത്തിയിട്ടുള്ള കേരളത്തെ വീണ്ടെടുക്കാനുള്ള പ്രതിജ്ഞയുമായിട്ടാണ് ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് നേതൃത്വം നൽകിക്കൊണ്ട് ഇതുപോലെയുള്ള ഒരു പുതുയുഗ യാത്രയുമായി ഐക്യ ജനാധിപത്യ മുന്നണി മുന്നോട്ട് പോകുന്നത്. മട്ടന്നൂരിനെ സംബന്ധിച്ചിടത്തോളം പുതിയ ഒരു മാറ്റത്തിന്റെ, പുതിയ ഒരു സൂര്യോദയത്തിന്റെ പ്രതീക്ഷയുമായിട്ടാണ് ഐക്യ ജനാധിപത്യ മുന്നണി മുന്നോട്ട് പോകുന്നത് എന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. മട്ടന്നൂരിനെ സംബന്ധിച്ചിടത്തോളം മട്ടന്നൂർ മാറും, മട്ടന്നൂർ വളരും എന്ന മുദ്രാവാക്യവുമായി മട്ടന്നൂരിലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാർ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഈ മട്ടന്നൂർ നിയോജക മണ്ഡലത്തിലടക്കം ഐതിഹാസികമായിട്ടുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കും എന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ടതില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ കൂടുതലായി ഒന്നും പറയുന്നില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുന്ന പുതിയ പദ്ധതികളും പുതിയ നൂതനതരമായിട്ടുള്ള പരിപാടികളുമായി കടന്നു വരുന്ന കേരളത്തെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രതീക്ഷയുമായി ഈ ഒരു പുതുയുഗയാത്രയുമായി കടന്നു വന്നിട്ടുള്ള നമ്മുടെ ജനകീയ നായകൻ ബഹുമാന്യനായ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് VD സതീശൻ അവരുടെ മട്ടന്നൂർ നിയോജക മണ്ഡലം UDF കമ്മിറ്റിക്ക് വേണ്ടി, ഇതിന്റെ സംഘാടക സമിതിക്ക് വേണ്ടി ഞാൻ സ്നേഹപൂർവ്വം ഹൃദ്യമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിയുടെ ഈ സ്വീകരണ സമ്മേളനത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്
നമുക്കൊക്കെ ഏറെ ആദരണീയനായിട്ടുള്ള UDF-ന്റെ കരുത്തുറ്റ തേരാളി APCC-യുടെ ബഹുമാന്യനായ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് അവർകളാണ്, MLA അവർകളാണ്. അദ്ദേഹത്തെ എല്ലാവിധ ആദരവും ബഹുമാനത്തോടും കൂടി UDF നിയോജക മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള UDF-ന്റെ സംസ്ഥാന കൺവീനർ ബഹുമാന്യനായ അടൂർ പ്രകാശ് MP അവർകളെയും ഞാൻ നിയോജക മണ്ഡലം UDF കമ്മിറ്റിക്ക് വേണ്ടി ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ കേരളത്തിന്റെ യുവപ്രതീക്ഷയായിട്ടുള്ള ഏറെ ബഹുമാന്യനായിട്ടുള്ള വടകര MP ബഹുമാന്യനായ ഷാഫി പറമ്പിൽ MP അവർകളെയും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടെ പങ്കെടുത്തിട്ടുള്ള ജില്ലാ UDF-ന്റെ നേതാക്കന്മാർ, മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി, DCC-യുടെ പ്രസിഡന്റ് ബഹുമാന്യനായ അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉൾപ്പെടെയുള്ള PT മാത്യു ഉൾപ്പെടെയുള്ള ബഹുമാന്യരായ മുഴുവൻ UDF-ന്റെ നേതാക്കന്മാരെയും സഹപ്രവർത്തകന്മാരെയും നിങ്ങളെല്ലാവരെയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മട്ടന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത് നിയോജക മണ്ഡലം UDF കമ്മിറ്റിയുടെ ചെയർമാനും DCC-യുടെ പുതിയ ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള ബഹുമാന്യനായ TV രവീന്ദ്രൻ അവർകളാണ്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ബഹുമാന്യനായ TV രവീന്ദ്രൻ അവരുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് ഹിന്ദ്. സഹോദരി സഹോദരന്മാരെ, ഒരുപാട് വൈകിയത് കൊണ്ട് തന്നെ നമ്മുടെ നേതാക്കന്മാർ അധ്യക്ഷ പ്രസംഗം കൂടുതലൊന്നും സംസാരിക്കരുത് എന്ന് നിർദ്ദേശിച്ചതുകൊണ്ട് തന്നെ ഈ മഹത്തായ ഈ പുതിയ യാത്രയുടെ മട്ടന്നൂരിന്റെ ഈ സ്വീകരണ സമ്മേളനം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് സണ്ണി ജോസഫ് അവർകളാണ് ഈ സമ്മേളനം ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ആനുകാലിക രാഷ്ട്രീയ കാര്യത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഇന്നത്തെ പ്രാധാന്യത്തെക്കുറിച്ചും ഒക്കെ വളരെ വിശദമായി സംസാരിക്കാൻ KPCC-യുടെ നേതാക്കന്മാരും അതുപോലെ തന്നെ ഈ വേദിയിൽ ഒരുപാട് നേതാക്കന്മാരുണ്ട്. അവരെയൊക്കെ പേരെടുത്ത് പറയേണ്ട ആവശ്യമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവരുടെ മുന്നറിയിപ്പ് കണക്കിലെടുത്തുകൊണ്ട് ഈ മഹാസാഗരം ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ആരാധ്യനായ KPCC-യുടെ പ്രസിഡന്റിനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ, UDF-ന്റെ മട്ടന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ TV രവീന്ദ്രൻ, നവയുഗ യാത്രയുടെ നായകൻ കേരളത്തിന്റെ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ, UDF കൺവീനർ ശ്രീ അടൂർ പ്രകാശ്, KPCC-യുടെ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ ഷാഫി പറമ്പിൽ MP, ഈ ജാഥയിലെ സ്ഥിരാംഗമായ KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗമായ ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ, DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ്, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് ശ്രീ അബ്ദുൽ കരീം ചേലേരി, UDF ചെയർമാൻ ശ്രീ PT മാത്യു, മറ്റ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരെ, നല്ലവരായ സഹപ്രവർത്തകരെ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, മട്ടന്നൂരില് നിങ്ങൾക്കറിയാം, ഞാൻ കുറെ നാളായി രാഷ്ട്രീയ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ മട്ടന്നൂരിൽ കണ്ട ഏറ്റവും വലിയ പരിപാടിയാണ് നവയുഗ യാത്രയുടെ സ്വീകരണം എന്ന് സാക്ഷ്യപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. പുതുയുഗയാത്രയുടെ, അത് രണ്ടും അർത്ഥം ഒന്നാണ്. പുതുയുഗയാത്രയുടെ ഈ സ്വീകരണം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.
പുതുയുഗയാത്രയുടെ ഈ സ്വീകരണം ചരിത്രം സൃഷ്ടിച്ച ഒരു സംഭവമാക്കി മാറ്റിയ ഐക്യജനാധിപത്യ മുന്നണിയുടെ മുഴുവൻ പ്രവർത്തകർക്കും നല്ലവരായ നാട്ടുകാർക്കും ഞാൻ ആദ്യമേ തന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്, ആശംസകൾ അറിയിക്കുകയാണ്. എന്താണ് നിങ്ങളുടെ ആവേശം? ഈ യാത്രയിൽ ഉന്നയിക്കുന്ന മുദ്രാവാക്യങ്ങളോടുള്ള നിങ്ങളുടെ വിശ്വാസമാണ്. കേരളത്തിൽ ഒരു പുതിയ കാലഘട്ടം വേണം, പുതുയുഗം വേണം. അതിനുവേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നു. കേരളം നമുക്കറിയാം, ലോകത്തിന്റെ മുൻപിൽ കേരളം അറിയപ്പെടുന്നത് ദൈവത്തിന്റെ സ്വന്തം നാട് എന്നാണ്. ദൈവത്തിന്റെ സ്വന്തം നാടായി ലോകം അംഗീകരിക്കുന്ന കേരളം ഇന്ന് ഫലത്തിൽ സത്യത്തിൽ അങ്ങനെ ദൈവത്തിന്റെ സ്വന്തം നാടാണോ? കേരളത്തിന്റെ ജനജീവിതം ദുസ്സഹമാകുന്ന നിരവധിയായ കാര്യങ്ങൾ നമ്മളുടെ മുൻപിലുണ്ട്. വിലക്കയറ്റം, തൊഴിലില്ലായ്മ, കാർഷിക മേഖലയുടെ തകർച്ച, അക്രമ രാഷ്ട്രീയം, വന്യമൃഗ ശല്യം, തീരദേശത്തിന്റെ പ്രയാസങ്ങൾ, പ്രതിസന്ധി, യുവാക്കൾക്ക് പഠിക്കാൻ ഇവിടെ സ്ഥാപനങ്ങളില്ല, ജോലിക്ക് ഇവിടെ അവസരങ്ങളില്ല, നിരവധിയായി കേരളത്തെ അലട്ടുന്ന പ്രയാസങ്ങൾ. ഈ സംസ്ഥാനം തുടർച്ചയായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റിന്റെ മുൻപിൽ ഈ കാര്യങ്ങൾ പ്രതിപക്ഷത്ത് നിന്ന് നമ്മൾ ശക്തമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങളെല്ലാവരും, പ്രതിപക്ഷ നേതാവ് സതീശൻ ഉൾപ്പെടെ ഞങ്ങളെല്ലാവരും, കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉപനേതാവ് ഉൾപ്പെടെ, PJ ജോസഫ് സാർ ഉൾപ്പെടെ ഞങ്ങൾ കഴിയുന്നത്ര ശക്തിയിൽ പറയുന്നുണ്ട്, ന്യായത്തിൽ പറയുന്നുണ്ട്, യുക്തിയിൽ പറയുന്നുണ്ട്. എന്നാൽ സർക്കാർ അത് കേട്ട് തിരുത്താൻ തയ്യാറാകുന്നു. ജനങ്ങൾ, നിങ്ങൾ ഈ സർക്കാരിനെ തിരുത്തുന്നതിന് വേണ്ടി നിരവധിയായ അവസരങ്ങൾ അവർക്ക് നൽകി. പാർലമെന്റ് ഇലക്ഷനിൽ ഐക്യജനാധിപത്യ മുന്നണിയെ വൻപിച്ച ഭൂരിപക്ഷത്തിൽ കേരളത്തിലെ ജനങ്ങൾ ജയിപ്പിച്ചു. ഇടതുപക്ഷ മുന്നണി പാർലമെന്റ് ഇലക്ഷനിൽ പരാജയപ്പെട്ടു. അസംബ്ലിയിലേക്ക് പല സ്ഥലങ്ങളിലും ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നു. അവിടങ്ങളിലെല്ലാം UDF ജയിച്ചു. നമുക്കറിയാം, ഐക്യജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല. വൻ ഭൂരിപക്ഷത്തിൽ UDF ജയിച്ചു. ചേലക്കര മാത്രം അവര് 38,000 ഭൂരിപക്ഷത്തിന് ജയിച്ചിരുന്നിടത്ത് അവർക്ക് 12,000 ഭൂരിപക്ഷമായിട്ട് അത് ചുരുക്കാനും സാധിച്ചു. പാർലമെന്റിലേക്ക് പ്രിയങ്ക ഗാന്ധി മത്സരിച്ച വീണ്ടും ബൈ ഇലക്ഷൻ വന്നു. അവിടെയും ജനങ്ങൾ വയനാട്ടിലെ ഭൂരിപക്ഷം 4,10,000 ആക്കി UDFന്റെ കരുത്ത് തെളിയിച്ചു കൊടുത്തു. അത് മാത്രമാണ് പിണറായി നേതൃത്വം നൽകിയ സർക്കാർ കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാട്ടിയ വികൃതികൾ എന്ത് എന്ന് നന്നായിട്ടറിയാം. മട്ടന്നൂരുകാര് പ്രത്യേകമായ ഇലക്ഷനാണ്. പക്ഷെ മട്ടന്നൂരിലെ മറ്റ് സ്ഥലങ്ങളിൽ വാർഡ് വിഭജനം ഏറ്റവും അശാസ്ത്രീയമായിരുന്നു, അന്യായമായിരുന്നു, അനീതിയായിരുന്നു. അതിനെതിരെ ആയിരക്കണക്കിന് പരാതികൾ കൊടുത്തു. ആ പരാതികളൊന്നും പരിഗണിച്ചില്ല. ആ പരാതിയിലെ വിഷയങ്ങളൊന്നും പരിഹരിച്ചില്ല. അപ്പൊ ആളുകള് ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു. ഹൈക്കോടതി പറഞ്ഞു, സർക്കാരിന്റെ ഇലക്ഷൻ കമ്മീഷന്റെ തീരുമാനത്തിൽ ഇടപെടാൻ നിയമപരമായ തടസ്സമുണ്ട്, ന്യായങ്ങൾ എത്രയുണ്ടെങ്കിൽ പോലും എന്ന് പറഞ്ഞ് ആ ഹർജികളെല്ലാം തീർപ്പാക്കി. എത്രയോ അന്യായം! തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ UDF ജയിച്ച വാർഡിൽ വോട്ടർമാരുടെ എണ്ണം 18,000. UDF ജയിച്ച വാർഡിൽ വോട്ടർമാർ 18,000. LDFും BJPയും ജയിച്ച വാർഡുകളിൽ വോട്ടർമാരുടെ എണ്ണം 3,500. കേവലം 3,500. LDFനും BJPക്കും 3,500 വോട്ടിനൊരു വാർഡ്. നമുക്ക് 18,000 വോട്ട്. അവിടുത്തെ ഭൂരിപക്ഷത്തിനറിയോ? 3,500. ഇവിടെ നമുക്കുള്ള ഭൂരിപക്ഷത്തിന്റെ ബലത്തിൽ, ആ എണ്ണത്തിൽ മാത്രം LDFനും BJPക്കും ജയിക്കാൻ കേരളത്തിലെ സർക്കാർ വാർഡുകൾ വിഭജിച്ചു കൊടുത്തു. ആർളം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആർലത്തെ LDF ജയിച്ച വാർഡിൽ വോട്ടർമാരുടെ എണ്ണം 579. 579 വോട്ടിന് ചെറിയൊരു വാർഡാക്കി LDFന് 30 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിക്കാൻ സാധിച്ചു. UDF ജയിച്ച വാർഡിലെ വോട്ടർമാരുടെ എണ്ണം 1965.
UDF ജയിച്ചത് 1965 വോട്ടുള്ള വാർഡിലാണെങ്കിൽ LDF ജയിച്ചത് 500-ലധികം വോട്ടുള്ള വാർഡിൽ. അപ്പൊ ജനങ്ങൾ എവിടെ നിൽക്കുന്നു? തദ്ദേശ തെരഞ്ഞെടുപ്പിലും കേരളത്തിന്റെ ചരിത്രത്തിലില്ലാത്ത വൻപിച്ച വിജയം ജനങ്ങൾ ഐക്യജനാധിപത്യ മുന്നണിക്ക് നൽകി. അത് സർക്കാരിന് നൽകിയ താക്കീതായിരുന്നു, തിരിച്ചടിയായിരുന്നു. പക്ഷേ തിരുത്താൻ ഇപ്പോഴും തയ്യാറായിട്ടില്ല. പിണറായി ഇപ്പോഴും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ജനവിധിയെ, ജനഹിതത്തെ മാനിക്കാനോ എന്തെങ്കിലും ഒരു കാര്യത്തിൽ തെറ്റ് തിരുത്താനോ തയ്യാറായിട്ടില്ല. ഒറ്റക്കാര്യം, ശബരിമലയിൽ ആരാ ജയിലിൽ കിടക്കുന്നത്? അടൂർ പ്രകാശ് MP ചോദ്യം ചെയ്തു, സമ്മതിക്കുന്നു. എത്ര നാളായി ഈ കേസ് തുടങ്ങിയിട്ട്? 3 മാസം കഴിഞ്ഞല്ലോ. ആരാ ജയിലിൽ കഴിയുന്ന? CPM-ന്റെ നേതാക്കന്മാർ, മുൻ MLA പത്മകുമാർ 3 മാസമായിട്ട് ജയിലിലാണ്. CPM-ന്റെ നേതാവ്, ദേവസ്വം ബോർഡിന്റെ ചെയർമാനായിരുന്ന വാസു 3 മാസമായിട്ട് ജയിലിൽ കിടക്കുകയാണ്. അപ്പോഴൊന്നും അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ അവർക്ക് തോന്നിയിട്ടില്ല. കാരണം എന്താണ്? അടൂർ പ്രകാശിന് ഈ ശബരിമല കൊള്ളയിൽ പങ്കില്ല. അദ്ദേഹം ആരുടെ കൂടെ ഫോട്ടോ എടുത്തിട്ടുണ്ടാവും. ആ ഫോട്ടോ എടുത്ത വ്യക്തിയുടെ കൂടെ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഫോട്ടോ എടുത്തിട്ടുണ്ട്. ചോദ്യം ചെയ്യണം. ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്തിട്ടും കാര്യമൊന്നുമില്ല. പക്ഷെ ആരാ ജയിലിൽ കഴിയുന്നത്? മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രമുഖ നേതാക്കന്മാർ, മുൻ MLA, പത്തനംതിട്ടയിലെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പത്മകുമാർ ജയിലിൽ കിടക്കുന്നു. ആ പത്മകുമാർ ഇപ്പോഴും CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായി തന്നെ, പാർട്ടി നേതാവായി തന്നെ കഴിയുകയാണ്. ഇത്രയും വലിയ സ്വർണ്ണക്കൊള്ള ശബരിമല കൊള്ള ചെയ്തു. ഹൈക്കോടതി എന്താ പറഞ്ഞത്? അന്താരാഷ്ട്ര ലോകത്തെമ്പാടുമുള്ള കുപ്രസിദ്ധിയാർജിച്ച മോഷ്ടാക്കളെ വെല്ലുന്ന രൂപത്തിലാണ് ശബരിമലയിൽ കൊള്ള നടത്തിയത്. അതെ, ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായിരുന്ന വ്യക്തികൾ, ദേവസ്വം ബോർഡ് കൈകാര്യം ചെയ്തിരുന്ന മന്ത്രിമാർ, അവരെല്ലാം സഹായിച്ചിട്ടാണ് ഈ പോട്ടിക്കും മറ്റുള്ളവർക്കും ഈ സ്വർണം തക്കാൻ സാധിച്ചത് എങ്കിൽ അതിൽ പങ്കുപറ്റിയവരാണ് ഇന്ന് CPM-ന്റെ നേതാക്കന്മാർ ജയിലിൽ കഴിയുന്നത്. അവർക്ക് പാർട്ടി ഒരു നോട്ടീസ് പോലും, നിങ്ങൾ പാർട്ടിയുടെ നേതാക്കന്മാരായി നിങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ നിങ്ങൾക്ക് തെറ്റുപറ്റി, പാർട്ടിക്ക്, നാടിന് നിങ്ങൾ നഷ്ടമുണ്ടാക്കി, എന്നാൽ നിങ്ങൾ ഈ പാർട്ടിയിൽ നിന്ന് നടപടി സ്വീകരിച്ച് നിങ്ങളെ പുറത്താക്കും എന്ന് പറയാൻ ഒരു കാരണം കാണിക്കൽ നോട്ടീസ് പോലും CPM ജയിലിൽ കഴിയുന്ന നേതാക്കന്മാർക്ക് നൽകിയിട്ടില്ല. പയ്യന്നൂർ ഒരാളെ പുറത്താക്കി. ആരെയാ? കുഞ്ഞികൃഷ്ണൻ. എന്താ കുഞ്ഞികൃഷ്ണൻ ചെയ്ത തെറ്റ്? അവിടുത്തെ രക്തസാക്ഷിയെ, കുടുംബത്തെ സഹായിക്കാനുള്ള ഫണ്ടിൽ പയ്യന്നൂരിലെ CPM നേതാക്കന്മാർ നടത്തിയ വെട്ടിപ്പ്, തട്ടിപ്പ്, തിരിമറി. ഏരിയ സെക്രട്ടറി ആയിരുന്ന ജില്ലാ കമ്മിറ്റി അംഗമായ കുഞ്ഞികൃഷ്ണൻ ആ കാര്യം പറഞ്ഞു പരസ്യമായിട്ട്. ആ കുഞ്ഞികൃഷ്ണനെ പിറ്റേന്ന് തന്നെ CPM പുറത്താക്കി. എന്നാൽ ശബരിമല കൊള്ളയുടെ ഉത്തരവാദിത്തമുള്ള ജയിലിൽ കഴിയുന്ന CPM നേതാക്കന്മാരെ തൊടാൻ CPM പാർട്ടിക്ക് പേടിയാണ്. കാരണം അവരെ തൊട്ടാൽ, അവരെ സസ്പെൻഡ് ചെയ്താൽ, അവരെ താക്കീത് ചെയ്താൽ അവരെന്തു പറയും? ഇതിൽ പാർട്ടി നേതാക്കന്മാർ കുറെ പേര് കൂടി പങ്കാളികളായിട്ടുണ്ട്. അവരുടെ പേര് വിവരം ഇവര് പുറത്തു പറയും. അതുകൊണ്ട് അവർക്കൊക്കെ ജാമ്യം കിട്ടാനുള്ള അവസരമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ചാർജ് ഷീറ്റ് നൽകാതെ അവർക്കൊക്കെ ജാമ്യം കിട്ടാനാണ് ഇപ്പൊ CPM ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ അനീതിക്കെതിരെ കേരളത്തിന്റെ പ്രയാസങ്ങൾ പരിഹരിക്കാൻ, അക്രമ രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ, നമ്മുടെ ഷുഹൈബിനെ എത്ര വെട്ടുവെട്ടി കൊന്നു, ആ ഷുഹൈബിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾക്ക് ശിക്ഷ കിട്ടുന്നത് തടയാനാണ് കേരളത്തിലെ സർക്കാർ നിങ്ങളുടെയും എന്റെയും നികുതി പണം ഉപയോഗിച്ച്. സാധാരണഗതിയിൽ സർക്കാരിന്റെ ഉത്തരവാദിത്വം എന്താണ്? ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം എന്താണ്? ഒരു കൊലക്കേസിലെ പ്രതികൾക്ക് ശിക്ഷ കിട്ടാനാണ് സർക്കാർ പ്രവർത്തിക്കേണ്ടതെങ്കിൽ ഇവിടെ ആ കൊലക്കേസിലെ പ്രതികളെ രക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ ഒരു മാറ്റം വേണം, ഒരു മാറ്റം വേണം. പുതിയൊരു യുഗത്തിലേക്ക് കേരളത്തെ നയിക്കാൻ സാധിക്കും. ആ മാറ്റത്തിന്റെ വ്യക്താക്കളായി, ആ മാറ്റത്തിന്റെ മുദ്രാവാക്യങ്ങളുമായി, ആ മാറ്റത്തിന്റെ സന്ദേശവുമായി
ഈ പൊതുയാത്ര മുന്നോട്ട് നീങ്ങുകയാണ്. ഈ യാത്രയ്ക്ക് ആവേശകരമായ സ്വീകരണമാണ് എല്ലാ സ്ഥലങ്ങളിലും. കാസർഗോഡ് കുമ്പളയിൽ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്ത കുമ്പളയിലെ ഉദ്ഘാടന സമ്മേളനം മുതൽ മട്ടന്നൂർ വരെ ആവേശകരമായ ചരിത്ര സംഭവമാക്കി ഈ യാത്രയെ മാറ്റിയ നിങ്ങളുടെ സ്നേഹത്തിനും പിന്തുണയ്ക്കും പ്രത്യേകമായി നന്ദി പറഞ്ഞ് ഈ യാത്ര തിരുവനന്തപുരത്ത് എത്തിച്ചേരുമ്പോൾ കേരളത്തിന്റെ മാറ്റത്തിന് നാന്ദി കുറിക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം ഉണ്ടാകും. ആ തെരഞ്ഞെടുപ്പ് കേരളത്തിന്റെ മാറ്റത്തിനുള്ള ആവർത്തിച്ചുള്ള വിധിയെഴുത്താക്കി മാറ്റാൻ നമുക്ക് സാധിക്കും എന്ന വിശ്വാസത്തിൽ മട്ടന്നൂരിലെ ഈ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു. നമസ്കാരം. ജയ് ഭാരത്. പ്രിയമുള്ളവരെ, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഈ വേദിയിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെയും അതുപോലെ തന്നെ മറ്റ് ഘടകകക്ഷിയുടെയും മുസ്ലിം ലീഗിന്റെയും ഒരുപാട് നേതാക്കന്മാരും നമ്മുടെ വടകര MP അടക്കം ഒരുപാട് നേതാക്കന്മാരുണ്ട്. അവരൊക്കെ സംസാരിക്കുന്നില്ല എന്ന് പറയുകയും അതുപോലെ തന്നെ സമയം ഒരുപാട് വൈകിയത് കൊണ്ടും ആരാധ്യനായ നമ്മുടെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിനെ കുറിച്ച് പറയാൻ ഒരുപാട് വാക്കുകളുണ്ട്. പക്ഷെ അതുപോലും ഞാൻ മാറ്റിവെച്ചുകൊണ്ട് അദ്ദേഹത്തിനെ ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഏറ്റവും പ്രിയങ്കരനായ അധ്യക്ഷൻ ശ്രീ TV രവീന്ദ്രൻ, നമ്മുടെ എല്ലാം ആവേശവും നമ്മുടെ അവസാന വാക്കുമായ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയങ്കരനായ അധ്യക്ഷൻ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്, പ്രിയങ്കരനായ UDF കൺവീനർ അടൂർ പ്രകാശ് MP, ഏറ്റവും പ്രിയപ്പെട്ട ശ്രീ ഷാഫി പറമ്പിൽ MP, ശ്രീ അബ്ദുൽ കരീം ചേലേരി, ശ്രീ PT മാത്യു, ശ്രീ മാർട്ടിൻ ജോർജ്, ശ്രീ ചന്ദ്രൻ തില്ലങ്കരി, പ്രിയപ്പെട്ട ശ്രീ PG പ്രസന്നകുമാർ ഉൾപ്പെടെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ശ്രീമതി ഷാനി മോൾ ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട ജാഥാംഗങ്ങളെ, ബഹുമാന്യരായ നേതാക്കളെ, പ്രിയപ്പെട്ട പോരാളികളായ എൻ്റെ സഹപ്രവർത്തകർ, നമ്മൾ ഒരു പുതുയുഗത്തിന് തുടക്കം കുറിക്കുക. നമ്മുടെ സംസ്ഥാനത്തിൽ ഒരു സമഗ്രമായ മാറ്റമുണ്ടാക്കാൻ ഉള്ള വലിയ ഒരു പോരാട്ടത്തിന്റെ നടുവിലാണ്. ഒരു ദശകകാലം നീണ്ടുനിന്ന ഈ ദുർഭരണത്തിന് അന്ത്യം കുറിച്ചു നമ്മുടെ കേരളത്തെ ഇന്ത്യയിലെ ഒന്നാമത്തെ സംസ്ഥാനമാക്കി മാറ്റാൻ ഒരു പുതുയുഗ പിറവിക്ക് തിരശീല ഉയർത്തിക്കൊണ്ടാണ് ഈ യാത്ര മുന്നോട്ട് നീങ്ങുന്നത്. നമ്മളിപ്പോൾ വെറും പ്രതിപക്ഷം മാത്രമല്ല, നമ്മൾ ജനങ്ങൾ ആഗ്രഹിക്കുന്ന അധികാരത്തിലേക്ക് വരാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മുന്നണിയാണ്. നമ്മൾ സർക്കാരിനെതിരായി രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചു. ജനങ്ങൾ വെറുക്കുന്ന സർക്കാരാണിത് എന്ന് എല്ലാവർക്കും അറിയാം. ഈ സർക്കാരിന്റെ മുഖമുദ്ര എന്താണ്? ജനങ്ങൾ പ്രയാസപ്പെടുമ്പോൾ, ജനങ്ങൾ വിഷമിക്കുമ്പോൾ അവർ തെരഞ്ഞെടുത്ത ഒരു ഗവൺമെന്റിന്റെ സാന്നിധ്യം അവർ അനുഭവിക്കുന്നില്ല. സർക്കാർ ഇല്ലായ്മയാണ് ഈ സർക്കാരിന്റെ ഏറ്റവും വലിയ മുഖമുദ്ര. നമ്മുടെ ലക്ഷ്യം അവരുടെ പരാജയങ്ങൾ തുറന്നു കാണിക്കുക എന്നത് മാത്രമല്ല. അതൊക്കെ ഇപ്പൊ ജനങ്ങൾക്ക് ബോധ്യമായി. അവരെ എവിടെയെല്ലാം പരാജയപ്പെട്ടു അവിടെയെല്ലാം കേരളത്തെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമഗ്രമായ പദ്ധതികളുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് വരുന്നത്. ഇത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ
ഒരു പ്രതിപക്ഷവും ചെയ്യാത്ത കർമ്മ പരിപാടിയാണ് കഴിഞ്ഞ 2 വർഷക്കാലം ലോകത്ത് പല ഭാഗങ്ങളിലുമുള്ള വിദഗ്ധരായ മലയാളികളുടെ സേവനം ഉപയോഗിച്ചുകൊണ്ട് ഗവേഷണ തുല്യമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ തയ്യാറാക്കിയ പരിപാടികൾ, സ്വപ്നതുല്യമായ പദ്ധതികൾ, കേരളത്തിന്റെ സവിശേഷതകളെ, കേരളത്തിന്റെ പ്രത്യേകതകളെ എല്ലാം കണക്കിലെടുത്ത് സാമ്പത്തികമായ കാര്യങ്ങൾ പരിശോധിച്ച്, പാരിസ്ഥിതിക കാര്യങ്ങൾ പരിശോധിച്ച്, സാങ്കേതിക കാര്യങ്ങൾ പരിശോധിച്ച് നമ്മൾ രൂപപ്പെടുത്തിയെടുത്ത മാനിഫെസ്റ്റോ ഒന്നല്ല, മാനിഫെസ്റ്റോയ്ക്കും എല്ലാം അപ്പുറം വിഷൻ ഡോക്യുമെന്റ്, നടപ്പാക്കാൻ ഉതകുന്ന പ്രായോഗികമായ പദ്ധതികൾ. ഇപ്പൊ എന്താ സ്ഥിതി? അടുത്ത മാസം ശ്രീ പിണറായി വിജയൻ അധികാരത്തോട് സലാം പറയുമ്പോൾ നമ്മൾ മലയാളികളുടെ തലയിൽ 6 ലക്ഷം കോടി രൂപയുടെ കടബാധ്യത കെട്ടിവെച്ചിട്ടാണ് അദ്ദേഹം പടിയിറങ്ങുന്നത്. കടത്തിന്റെ കാണാക്കയങ്ങളിലേക്ക് നമ്മളെ തള്ളിയിട്ടിട്ടാണ് ഈ ദുർഭരണം അവസാനിക്കുന്നത്. അവിടെ നിന്ന് കേരളത്തെ ഉയർത്തണം. നമുക്ക് സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടുത്താനുള്ള, കേരളത്തിന് ഊർജം പകരുന്ന പദ്ധതികൾ, നമ്മുടെ ഇക്കോണമിയെ, നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ഷൂട്ടപ്പ് ചെയ്യാൻ ഉതകുന്ന പദ്ധതികൾ നമ്മുടെ കയ്യിൽ ആ പരിപാടികളുണ്ട്, ആ പദ്ധതികളുണ്ട്. നമ്മളാണ് പറഞ്ഞത് ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ്, അല്ലേ? പണ്ടൊക്കെ താലൂക്ക് ആശുപത്രിയിൽ നിന്നും ജില്ലാ ആശുപത്രിയിൽ നിന്നും മെഡിക്കൽ കോളേജിലേക്കാണ് റെഫർ ചെയ്യുന്നത് രോഗം. ഇപ്പൊ കേരളത്തിലെ പല മെഡിക്കൽ കോളേജുകളിൽ രോഗികൾ ചെന്നാൽ നേരെ ജില്ലാ ആശുപത്രിയിലേക്കും താലൂക്ക് ആശുപത്രിയിലേക്കുമാണ് റെഫർ ചെയ്യുന്നത്. റിവേഴ്സ് റെഫറൻസ്. ആ സ്ഥിതിയിൽ മെഡിക്കൽ കോളേജുകളൊക്കെ ആക്കി. അവിടെ നിന്ന് വെന്റിലേറ്ററിലായ ഈ ആരോഗ്യ കേരളത്തെ ആരോഗ്യവതിയാക്കി എഴുന്നേൽപ്പിച്ച് നടത്താൻ നമുക്ക് പദ്ധതികളുണ്ട്. ഞങ്ങൾ കോഴിക്കോട് 12-ാം തീയതി ആ പദ്ധതികൾ പ്രഖ്യാപിക്കും. ഹെൽത്ത് ഡോക്യുമെന്റ്. 100-ലധികം ഡോക്ടർമാർ കേരളത്തിനകത്തും വിദേശത്തും നമ്മളെ സഹായിച്ച് തയ്യാറാക്കിയ കേരളത്തെ ലോകരാജ്യങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ ഡെസ്റ്റിനേഷൻ പോയിന്റ് ആക്കുന്ന ആരോഗ്യ പദ്ധതികൾ. നമ്മുടെ കുട്ടികൾ വിദേശത്തേക്ക് പോവുകയാണ്. 40-50 ലക്ഷം രൂപ വീട് പണയപ്പെടുത്തി, സ്ഥലം പണയപ്പെടുത്തി, കിടപ്പാടം പണയപ്പെടുത്തി ലോൺ എടുത്തു പോവുകയാണ് പഠിക്കാൻ, പ്രോഗ്രാമുകൾ തേടി. അവർ UK-യിലും ജർമ്മനിയിലും ലണ്ടനിലും മെൽബണിലുമെല്ലാം അവര് പഠിക്കാൻ പോകുന്ന പ്രോഗ്രാമുകൾ നമ്മൾ ഈ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ ഉണ്ടാക്കും. അവര് പഠിച്ചു പുറത്തിറങ്ങുമ്പോൾ അവർക്ക് തൊഴിലവസരങ്ങൾ ഉറപ്പു നൽകുന്ന തൊഴിൽ പദ്ധതികൾ നമ്മൾ കേരളത്തിൽ ഉണ്ടാക്കും. ഒരു സംശയവും വേണ്ട. അതാണ് നമ്മൾ ഉന്നയിക്കുന്ന ആ പദ്ധതികൾ, തൊഴിൽ ഉറപ്പ് നൽകുന്ന പദ്ധതികൾ. ആ പദ്ധതികൾ നമ്മൾ കേരളത്തിന് സമ്മാനിക്കുകയാണ്. സമഗ്രമായ തൊഴിൽ പദ്ധതികൾ. നമ്മുടെ കുട്ടികളെ നമുക്ക് വേണം, നമ്മുടെ കൂടെ നിൽക്കണം, നമ്മളോട് ചേർന്ന് നിൽക്കണം. അവരാണ് നമ്മുടെ സ്വത്തുക്കൾ. ഇനി വരുന്ന UDF സർക്കാർ നമുക്ക് വേണ്ടി മാത്രമല്ല, ഞാൻ ഹൃദയത്തിൽ തൊട്ട് പറയുന്നു, വരാനിരിക്കുന്ന നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി കൂടിയുള്ള സർക്കാരായിരിക്കും. നമ്മുടെ മക്കൾക്കും നമ്മുടെ കൊച്ചുമക്കൾക്കും വേണ്ടിയുള്ള സർക്കാരായിരിക്കും. ഇവിടെ ഞാൻ മട്ടന്നൂരിൽ നിൽക്കുന്നു. ഞാൻ സർക്കാർ ഇല്ലായ്മ എന്ന് പറഞ്ഞില്ലേ ഒരു വാചകം. എയർപോർട്ടിന് വേണ്ടി വികസനം നടത്താൻ 100 കണക്കിന് ഏക്കറുകൾക്ക് നോട്ടീസ് കൊടുത്തു, നോട്ടിഫിക്കേഷൻ. 2017 ഇതെത്രയാ? 2026. 9 വർഷമായി ഞാൻ അവിടെ പോയതാണ്, എയർപോർട്ടിനടുത്ത്. ആ പാവങ്ങൾ അവിടെ കിടക്കുകയാണ്. ഇതുവരെ ഭൂമി സ്ഥലമേറ്റെടുപ്പ് പരിപാടികൾ നടന്നിട്ടില്ല. വീടുകൾ ഇടിഞ്ഞു പോകുന്നു. ഒരു വീട് വെക്കാൻ പറ്റില്ല, വിൽക്കാൻ പറ്റില്ല, മകളുടെ കല്യാണത്തിന് ലോൺ എടുക്കാൻ പറ്റില്ല. ഒരു അസുഖം വന്നാൽ, മാരകമായ ഒരു അസുഖം വന്നാൽ നമ്മളൊക്കെ വീട് പണയപ്പെടുത്തി പണം എടുത്തല്ലേ ചികിത്സിക്കുന്നത്. പറ്റോ? ഒരു വീട് ബാങ്കിൽ പോയി പണയപ്പെടുത്താൻ പോലും പറ്റാതെ കുറെ പാവങ്ങൾ. മുഖ്യമന്ത്രിയുടെ ജില്ലയാണത്രേ, മുഖ്യമന്ത്രിയുടെ ജില്ല. 9 വർഷമായി പാവങ്ങൾ അവിടെ കിടക്കുക. എന്ത് സർക്കാരാണിത്?
ഞാൻ എന്റെ ചോദ്യം, ഒരു പ്രൈവറ്റ് കമ്പനിയിൽ അവരൊരു മാനേജറെ ചുമതലപ്പെടുത്തുകയാണ്. 1 വർഷത്തിനകം നിങ്ങൾ ഒരു വികസന പദ്ധതിക്ക് സ്ഥലം എടുത്ത് തരണം. 1 വർഷം കഴിഞ്ഞ് 365 ദിവസം കഴിഞ്ഞ് 366ാമത്തെ ദിവസം അവൻ ആ സീറ്റിലുണ്ടാവോ? എടുത്തില്ലെങ്കിൽ ഒരു സ്വകാര്യ സ്ഥാപനത്തിലുണ്ടാവോ? ഇത് 9 വർഷം 10 വർഷമായാലും എടുക്കില്ല. പാവങ്ങളുടെ കാര്യമല്ലേ? ആരുടെ കാര്യമല്ലേ? വല്ലവരുടെയും കാര്യമല്ലേ? നമുക്ക് അത് അവസാനിപ്പിക്കണം. ഈ വിഷയം മാത്രമല്ല, ഇതാണ് കേരളം. നമുക്ക് 1 കൊല്ലം കൊണ്ട് എടുത്താൽ ഏൽപ്പിച്ച ഉദ്യോഗസ്ഥൻ എടുത്തില്ലെങ്കിൽ 366ാമത്തെ ദിവസം അവൻ അക്കൗണ്ടബിൾ ആവണം. ഞാൻ നിങ്ങളോട് പറയുന്നു, UDF സർക്കാർ വന്നാൽ അക്കൗണ്ടബിലിറ്റി ഉണ്ടാകും. അത് ലീഗലൈസ് ചെയ്യും, നിയമവൽക്കരിക്കും. ഇപ്പൊ ഒരു പദ്ധതി 3 കൊല്ലം 50 കോടി രൂപ, 3 കൊല്ലമല്ല 10 കൊല്ലം കഴിഞ്ഞാലും പദ്ധതി പൂർത്തിയാവില്ല. 500 കോടിയാവും. ഒരു ഉത്തരവാദിത്വം ഇല്ല. ആരുടെയാണ് 450 കോടി പോയത്? ആരുടെ കോടിയാ പോയത്? ഞാനും നിങ്ങളും അയക്കുന്ന നികുതി പണം, അല്ലേ? നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം, ഈ നാടിന് ഗുണം ചെയ്യേണ്ട പണം, ഇവരുടെ കെടുകാര്യസ്ഥത കൊണ്ട് ആ പണം ഖജനാവിൽ നിന്ന് ലീക്ക് ചെയ്തു പോവുകയാണ്. തടയണ്ടേ നമുക്ക്? ആ പണം ഉണ്ടെങ്കിൽ എത്രയോ പാവപ്പെട്ടവരെ സഹായിക്കാം. സാധാരണക്കാരനെ ചേർത്ത് നിർത്തി അവന്റെ സങ്കടങ്ങൾ മാറ്റി അവന്റെ കണ്ണീരൊപ്പി അവന്റെ ജീവിത നിലവാരം ഉയർത്തുന്നതായിരിക്കണം രാഷ്ട്രീയ പ്രവർത്തനവും ഭരണവും. ആ തലത്തിലേക്ക് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തെയും ഭരണത്തെയും നമുക്ക് കൈപിടിച്ചു കൊണ്ടുപോകണം. ഞാൻ ഇന്ന് രാവിലെ ഒരു 50ഓളം വിഷയങ്ങൾ എന്റെ മുമ്പിൽ വന്ന് ഞങ്ങൾ എല്ലാവരും ഇരുന്ന് കേൾക്കുക. ഞാൻ ഓർത്തു, അതിൽ 75% വിഷയങ്ങളും നമുക്കൊരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് പരിഹരിക്കാവുന്ന വിഷയങ്ങളാണ്. മനസ്സില്ല, ആരും ഇടപെടുന്നില്ല. നമുക്ക് ഉദ്യോഗസ്ഥർ ഈ സെക്രട്ടേറിയറ്റിലേക്കൊക്കെ പരീക്ഷ എഴുതി വന്നപ്പോൾ കുട്ടികൾ എന്തൊരു മിടുക്കന്മാരും മിടുക്കികളുമാണ്. IAS KAS പരീക്ഷ കഴിഞ്ഞാൽ ഏറ്റവും വലിയ പരീക്ഷ എഴുതി വരുന്ന കുട്ടികളാണ്. പക്ഷെ അവിടെ ചെന്നാ പോയി. നമുക്ക് കേരളത്തിലെ സെക്രട്ടേറിയറ്റിനെ ഇന്ത്യയിലെ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള ഏറ്റവും മികച്ച സെക്രട്ടേറിയറ്റ് ആക്കി മാറ്റാൻ നമുക്ക് കഴിയും. ഇനി നമുക്ക് പുറകിലേക്ക് നടക്കാൻ പറ്റില്ല. നമ്മൾ ഈ പുറകിലേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കിനി മുമ്പിലേക്ക് നടക്കണം. അതാണ് പുതുയുഗം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഒരു പുതിയ കാലം, ഇച്ഛാശക്തിയുള്ള, നിശ്ചയദാർഢ്യമുള്ള, ജനങ്ങളെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന ഒരു സർക്കാർ. ഞാൻ UDF-ന് വേണ്ടി നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു. ഗുഡ് ഗവേണൻസ്, സദ്ഭരണം, അത് കേരളത്തിൽ ഉണ്ടാകും. ഇവിടെ ഇവര് ചർച്ച ചെയ്യുന്നത് എന്താ? ഇവിടുത്തെ ചർച്ച എന്താ? CPM-നൊക്കെയുള്ള വിഷയം എന്താ? ഞാൻ പയ്യന്നൂരിൽ ചെന്നപ്പോ അത്ഭുതപ്പെട്ടുപോയി. രക്തസാക്ഷിയുടെ ഫണ്ട് അടിച്ചു മാറ്റിയ പാർട്ടി വേറെ ഒരു പൈസ അടിച്ചു മാറ്റാൻ കിട്ടിയില്ല. അയ്യപ്പന്റെ സ്വർണ്ണം അടിച്ചു മാറ്റിയവർക്ക് പിന്നെയാണ് രക്തസാക്ഷിയുടെ ഫണ്ട്. എന്നിട്ട് അത് പറഞ്ഞ ആളെ അയാൾക്കെതിരായി നടപടിയാണ്. അതാ ഇതിനേക്കാൾ വലിയ അത്ഭുതം. അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റി ജയിലിൽ കിടക്കുന്ന 3 നേതാക്കന്മാർക്കെതിരായി അച്ചടക്ക നടപടിയില്ല. ഇവിടെ രക്തസാക്ഷി ഫണ്ട് അടിച്ചു മാറ്റിയ അത് പറഞ്ഞ ആൾക്കെതിരായി നടപടി. എന്തൊരു വൈരുദ്ധ്യമാണ്! ഇതാണ് വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്ന് പറഞ്ഞിട്ട് മനസ്സിലായി. സാധാരണ ഗോവിന്ദൻ മാഷ് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇതാണ് വൈരുദ്ധ്യാത്മക. അഴിമതി നടത്തിയവനെതിരെ നടപടിയില്ല, സ്വർണം കട്ടവനെതിരായി നടപടിയില്ല, അഴിമതി ചൂണ്ടിക്കാണിച്ചു. ഇപ്പൊ രക്തസാക്ഷിയെ കിട്ടുക എന്ന് പറഞ്ഞാൽ CPM-ന് ലോട്ടറി അടിക്കുന്ന പോലെ. ലോട്ടറി അടിച്ചൊരു സന്തോഷമില്ല. അതുപോലെയാണ് ഒരുത്തൻ രക്തസാക്ഷിയായി, പിന്നെ അവന്റെ പേരിൽ പിരിക്കാലോ, പിരിച്ച് വീട്ടിൽ കൊണ്ടുപോകാലോ. നാണം ഉണ്ടോ ഈ പാർട്ടിക്ക്? നാണം ഉണ്ടോ? ഇവിടെ മാത്രമല്ല, അഭിമന്യുവിന്റെ പാവപ്പെട്ടവന്റെ ഒരുത്തരെ കൊല ചെയ്തു, ഒരു വിദ്യാർത്ഥിയെ. അതിന്റെ പേരിൽ ഫണ്ട് അടിച്ചു മാറ്റി. തിരുവനന്തപുരത്ത് ഒരു ചെറുപ്പക്കാരനെ സംഘപരിവാറുകാർ കൊന്നു, വിഷ്ണു. ഇതുപോലെ തന്നെ പിരിച്ചടിച്ചു മാറ്റി. ഞാൻ 5-ാം തീയതിയാണ് യാത്ര ചെയ്തത്. KPC പ്രസിഡന്റ് അറിയാം. പുതുക യാത്രയ്ക്ക് കാസർഗോഡ്. ഞാൻ പോരുന്ന ദിവസം ആ രക്തസാക്ഷിയായ CPM രക്തസാക്ഷിയായ വിഷ്ണുവിന്റെ കുടുംബം കോൺഗ്രസ് ചേർന്നു. ആലോചിച്ചേ, രക്തസാക്ഷികളുടെ കുടുംബങ്ങൾ പോലും വെറുക്കുന്ന പാർട്ടിയായി ഈ CPM മാറി.
TP ചന്ദ്രശേഖരന്റെ കൊലക്കേസിൽ 51 വെട്ടുവെട്ടി ആ മനുഷ്യനെ കൊന്നതിന് ജയിലിൽ കിടക്കുന്ന സുഖവാസം. ഞാൻ നോക്കിയപ്പോ പ്രതികൾക്ക് 1000-ലധികം ദിവസം പരോള് കൊടുക്കാമോ? അങ്ങനെ ബന്ധുക്കൾ ആരെങ്കിലും മരിച്ചാലോ, ബന്ധുക്കൾ ആരെങ്കിലും സീരിയസ് ആയാലേ പരോൾ കൊടുക്കാൻ പാടില്ല. 1000-ലധികം ദിവസം വരെ ബന്ധുക്കൾ മരിച്ചാൽ പുറത്താണ് മുഴുവൻ സമയം. ഇനി അകത്താണെങ്കിലോ ഏറ്റവും ലേറ്റസ്റ്റ് ഫോൺ, ഇപ്പോഴത്തെ ഷാഫിയോട് ചോദിച്ചാലും അറിയില്ല, ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ഫോൺ ഏത്? iPhone 17. എനിക്ക് അറിയാം, എന്നാലും ഉറപ്പുവരുത്താൻ വേണ്ടിയാ. അതാണ് അവന്മാരുടെ കയ്യിലിരിക്കുന്നത്. അത് 18 ആയാൽ അപ്പൊ തന്നെ CPM ജില്ലാ കമ്മിറ്റി കൊണ്ടുപോയി കൊടുക്കും. ഇല്ലെങ്കിൽ അവന്മാര് സമ്മതിക്കൂല. ഭക്ഷണം തലേ ദിവസം പറയും, രാവിലെ യൂറോപ്യൻ ബ്രേക്ക്ഫാസ്റ്റ്. ഇത് ചന്ദ്രശേഖര കൊലക്കേസിലെ പ്രതികളുടെ കാര്യമാണ്. ജയിലിലെ ഉച്ചയ്ക്ക് ചൈനീസ്, രാത്രി തണ്ടൂരി ചിക്കൻ നേരത്തെ കൊടുക്കുകയാണ്. പിന്നെ മറ്റത് ഇഷ്ടമുള്ള ബ്രാൻഡാണ്. നേരത്തെ തലേ ആഴ്ച എത്തിച്ചേക്കണം. ഞാൻ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി നിയമസഭയിൽ പറഞ്ഞു, എന്നാ പിന്നെ ആ പാവങ്ങൾക്ക് ഒരു എയർ കണ്ടീഷൻ കൂടി ചെയ്തു കൊടുക്കാൻ പാടില്ലേ? ഞാൻ അതിന്റെ കുറവ് മാത്രമേ ഉള്ളൂ. ഇനി വേറെ കേസ് നടത്താൻ വേണ്ടി പോലീസ് കൊണ്ടുപോവാണ്. പോണ വഴിക്ക് 5 സ്റ്റാർ ഹോട്ടലിൽ കയറി മറ്റേ സാധനം മേടിച്ചു കൊടുക്കും, ഭക്ഷണവും മേടിച്ചു. ഇനിയിപ്പോ മുഖ്യമന്ത്രി ഒരു വലിയ പ്രധാനപ്പെട്ട സാധനം പറഞ്ഞു, സാങ്കേതിക വിദ്യ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തിയ സർക്കാരാണ്. ഞാൻ എവിടെ നോക്കിയിട്ട് കണ്ടില്ല, ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഒരു DIG അടുത്ത ദിവസം സസ്പെൻഡ് ചെയ്ത്. എന്താണെന്നറിയോ? പരോള് കിട്ടാൻ വേണ്ടി ഈ ജയിലിൽ കിടക്കുന്ന പ്രതികൾ ഗൂഗിൾ പേയിലാക്കി കൈക്കൂലി അയച്ചു. അതാണ് സാങ്കേതിക വിദ്യ. ഈ സർക്കാർ കണ്ടുപിടിച്ച സാങ്കേതിക വിദ്യ കൈക്കൂലി ഗൂഗിൾ പേയിലും അയക്കാം എന്നാണ് സാങ്കേതിക വിദ്യ. എന്നിട്ട് അയാൾ ജയിലിൽ കിടക്കണവന്റെ കയ്യിൽ എവിടെയാണ് 1 ലക്ഷം 2 ലക്ഷം ഒക്കെ കിട്ടുന്നത്? അവര് ഗൂഗിൾ പേയിൽ DIGക്ക് പൈസ അയച്ചു കൊടുത്ത് പരോള് മേടിച്ചു. എന്തൊരു നാടാണ്! ഗുണ്ടകളും ക്രിമിനലുകളും തെരുവിലാണ്. മയക്കുമരുന്ന് സംഘങ്ങൾ അഴിഞ്ഞാടുകയാണ് കേരളത്തിൽ. ഞങ്ങൾ നിയമസഭയിൽ ചോദിക്കും, 10,000 കേസ് കൂടുതലെടുത്തു. ആർക്കെതിരെ കേസെടുക്കണേ? ഈ വലിക്കണവന്മാർക്കെതിരെ. അവന്മാരെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി 3 മണിക്കൂർ നിർത്തി ജാമ്യം കൊടുത്ത് പുറത്തുവിടും. പുറത്തുവിട്ട് കഴിഞ്ഞാൽ ഈ 3 മണിക്കൂർ വലിക്കാൻ പറ്റാത്തതിന്റെ കൂടി കൂട്ടി ഇവന്മാര് പുറത്തു വലിക്കും. ഇതെവിടെ നിന്നാണ് ഇതിന്റെ ഉറവിടം? ഏത് വഴിയാണ് ഇത് വരുന്നത്? കേരളത്തിലെ പോലീസും എക്സൈസിനും കഴിവില്ലേ? ഉണ്ടല്ലോ. പക്ഷേ മയക്കുമരുന്ന് സംഘങ്ങൾക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന പാർട്ടിയാണ് CPM. മനസ്സിലായോ? കേരളത്തെ ഇവർ തകർത്ത് തരിപ്പണമാക്കി പോകുന്നത് ജനങ്ങൾക്കറിയാം. എന്നിട്ട് വാഗ്ദാനങ്ങളോ? കഴിഞ്ഞ 2021 ഒരു വാഗ്ദാനം കൊടുത്തു, 1600 രൂപ പെൻഷൻ, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ. ഞങ്ങൾ 2500, 4.25 കൊല്ലം ഒരു ചില്ലി കാശ് കൂട്ടിയില്ല. ഈ കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷന്റെ തലേ ആഴ്ച 400 രൂപ കൂട്ടിയെന്നു. 4.25 കൊല്ലം കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ജനങ്ങളുടെ സാമാന്യ ബുദ്ധിയെ നിങ്ങൾ പരീക്ഷിക്കരുത്. കേരളത്തിലെ ജനങ്ങളാണെന്ന് പറഞ്ഞു. അവരിതൊന്നും കണ്ട് വോട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞു. അവരെന്ത് ചെയ്തു? ഈ 400 രൂപ മേടിച്ച് പോക്കറ്റിൽ ഇട്ടിട്ട് നേരെ പോയി UDF വോട്ട് ചെയ്തു. അതാണ് MM മണി ചീത്ത വിളിച്ചത്. ഞങ്ങളുടെ കാശും മേടിച്ചിട്ട് UDF വോട്ട് ചെയ്തെന്ന് പറയുന്നത് സത്യമാണ്. കാരണം എന്താ? ആളുകൾക്കറിയാം ഈ 2 മാസം ഇവന്മാര് കൊടുക്കുള്ളൂ ഈ പൈസ. അടുത്ത 5 കൊല്ലം അവർക്ക് പെൻഷൻ കൊടുക്കേണ്ടത് UDF ആണെന്ന് അറിയാനുള്ള ബോധം, ഇവരെക്കാൾ നല്ല ബോധം കേരളത്തിലെ ജനങ്ങൾക്ക്. അതുകൊണ്ടാണ് ഇപ്പൊ ഇവര് പോകുന്നത് ഏതു വഴിയാണ് അവര് തന്നെ അറിയില്ല. സംഘപരിവാറിനെ നമുക്കറിയാം, BJP അല്ലേ? പ്രത്യേകിച്ച് അറിയാൻ എല്ലാ സംസ്ഥാനത്ത് ചെന്നാലും 2 മതങ്ങളെ തമ്മിലടിപ്പിക്കും, വിദ്വേഷ പ്രചരണം നടത്തും. സ്ഥിരം പരിപാടിയാണ്. എന്നിട്ട് അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തി ജയിക്കാൻ പറ്റുമെന്ന് നോക്കും. കേരളത്തിൽ ഇതുവരെ ഓടിയിട്ടില്ല. ഇവിടെ CPM ഇതേ പരിപാടി കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ കാലത്ത് 35 ദിവസത്തെ പ്രസംഗം എന്റെ അടുത്തുണ്ട് പിണറായി വിജയൻ. അപ്പൊ കംപ്ലീറ്റ് ന്യൂനപക്ഷത്തെ കൈകാര്യം ചെയ്യാനായിരുന്നു. ഗാസയിലെ സൈന്യങ്ങളുടെ ദുഃഖം, പാലസ്തീനിലെ യുദ്ധം, പൗരത്വ രജിസ്റ്റർ, ന്യൂനപക്ഷം, നല്ല പണി കൊടുത്തു പാർലമെന്റ് ഇലക്ഷനിൽ ന്യൂനപക്ഷം. അപ്പൊ നേരെ തിരിഞ്ഞു, ഭൂരിപക്ഷ പ്രീണനമായി. അദ്ദേഹം ഡൽഹിയിൽ പോയി മലപ്പുറത്തെ സംബന്ധിച്ച് മോശമായ ഒരു ഇന്റർവ്യൂ ഹിന്ദു പത്രത്തിൽ കൊടുത്തു. പിന്നെ കിങ്കരന്മാരിറങ്ങി, AK ബാലൻ ഇറങ്ങി, സജി ചെറിയാൻ പറഞ്ഞു മലപ്പുറത്ത് ജയിച്ചവരുടെ പേര് നോക്കിയാൽ അറിയാം. എന്താ പറയുന്ന വർഗീയത. പിന്നെ പിണറായി വിജയൻ ഇടയ്ക്കിടയ്ക്ക് പോയി പൊന്നാട അണിയിക്കുന്ന ചിലരുണ്ട്.
അവരുടെ പ്രസംഗം വേറെ, അവരിടയ്ക്കിടയ്ക്ക് വർഗീയത പറയും. ഇവരെല്ലാവരും കൂടി ഒരുമിച്ചാണ്. ഇപ്പോ ഉള്ള പ്രശ്നം സംഘപരിവാറും CPM-ഉം പിണറായി വിജയനും ചേട്ടൻ ബാവയും അനിയൻ ബാവയൊക്കെ, ഡൽഹിയിലെ ചേട്ടൻ ബാവയും തിരുവനന്തപുരത്ത് അനിയൻ ബാവയും ഒക്കെ ഒരുമിച്ചാണ്, ഒരേ പാതയിലാണ് സഞ്ചരിക്കുന്നത്. പക്ഷെ ഇപ്പൊ ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഒന്നും കൂടി കൺഫ്യൂഷൻ. ന്യൂനപക്ഷം ഇല്ല കൂടെ, ഭൂരിപക്ഷം ഇല്ല കൂടെ, ആരും ഇല്ലാത്ത ഒരവസ്ഥയിലേക്കാണ് പോകുന്നത്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ കേരളത്തിൽ ഒരാളും വർഗീയത പറയുന്നു, ഭൂരിപക്ഷ വർഗീയത പറഞ്ഞാലും ന്യൂനപക്ഷ വർഗീയത പറഞ്ഞാലും കേരളത്തിലെ UDF അത് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. ഒരു തരത്തിലുള്ള വർഗീയതയും നമ്മൾ അനുവദിക്കില്ല. ഏത് തെരഞ്ഞെടുപ്പിന്റെ പാരമ്യത്തിൽ നിൽക്കുമ്പോഴും ആര് വർഗീയത പറഞ്ഞാലും നമ്മൾ അതിനെ എതിർക്കും. സംശയമൊന്നും വേണ്ട. നമ്മുടെ കുഞ്ഞുങ്ങൾ, അവരുടെ മക്കൾ വരണ്ട. ഞാൻ പറഞ്ഞല്ലോ, പിണറായി വിജയനും VD സതീശനും ഒക്കെ കുറച്ചാൾ കൂടി ഉണ്ടാവുള്ളൂ, പിന്നെ ഓർമ്മയാകും. കുറെ കഴിയുമ്പോൾ ഓർമ്മ പോലും ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ കേരളം ഉണ്ടാകും, നമ്മുടെ മക്കളും കൊച്ചുമക്കളും ഉണ്ടാകും. അവര് സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന നാളുകൾ ഇവിടെ ഉണ്ടാകും. അതിനെ തകർക്കാൻ ആര് ശ്രമിച്ചാലും നമ്മൾ സമ്മതിക്കില്ല. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് തെരഞ്ഞെടുപ്പിൽ ജയിക്കുകയാണ് പ്രധാനം. പക്ഷെ നമുക്കതിനേക്കാൾ പ്രധാനം വർഗീയതയെ കേരളത്തിന്റെ മണ്ണിൽ കുഴിച്ചു മൂടുക എന്നത് തന്നെയാണ്. ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ആ നിലപാടുമായി നമ്മൾ മുന്നോട്ട് പോകും. ഞാൻ അവസാനിപ്പിക്കുക. ഈ മഹായുദ്ധത്തിൽ 100-ലധികം സീറ്റുമായി നമ്മുടെ വെറും UDF അല്ല, ടീം UDF ഉജ്ജ്വലമായ തിളക്കത്തോടെ തിരിച്ചു വരും. മാറ്റമുണ്ടാകും. മാറ്റത്തിന്റെ കാഹളം മുഴങ്ങിക്കഴിഞ്ഞു. വലിയ കോട്ടകൾ തകർന്നു വീഴും ഈ മുന്നേറ്റത്തിൽ, UDF-ന്റെ മുന്നേറ്റത്തിൽ. കാരണം ഇത് ജനങ്ങളുടെ ഹൃദയത്തിൽ ഉള്ളതിന്റെ പ്രതിഫലനമാണ് UDF ചെയ്യുന്നത്. നാടിനെ ഈ ദുർഭരണം അവസാനിപ്പിച്ച് നാടിനൊരു പുതുയുഗത്തിന്റെ നാന്ദി കുറിക്കാനുള്ള നമ്മുടെ ഈ തേരോട്ടത്തിൽ നിങ്ങൾ എല്ലാവരും പോരാളികളെ പോലെ, വീറുറ്റ പോരാളികളെ പോലെ. വിജയം ഒരു സ്ഥലത്തും നമ്മുടെ അകലെയല്ല. മട്ടന്നൂരിൽ വലിയ ഭൂരിപക്ഷത്തിന് തോറ്റ, 2021 തോറ്റ ഈ മട്ടന്നൂരിൽ പോലും വിജയം നമ്മുടെ കയ്യെത്തും ദൂരത്താണ് എന്ന് ഞാൻ വിനയപൂർവ്വം നിങ്ങളെ ഓർപ്പിക്കുന്നു. കയ്യെത്തും ദൂരത്ത്, അത്ര ഞാൻ പറയുന്നുള്ളൂ. ഇപ്പോ കയ്യെത്തും ദൂരത്താണ്. പോരാളികളെ പോലെ നിങ്ങൾ മുന്നിൽ നിന്നാൽ അതും കയ്യെത്തി പിടിക്കാമെന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഈ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന നേതാക്കളെയും എന്റെ പ്രിയപ്പെട്ടവരെയും ഞാൻ ആ ചരിത്ര ദൗത്യം ഏൽപ്പിച്ചുകൊണ്ട്, നിങ്ങൾ ഇവിടെ നൽകിയ KPCC പ്രസിഡന്റ് പറഞ്ഞതുപോലെ സമാനതകളില്ലാത്ത ഹൃദയഹാരിയായ ഈ സ്വീകരണത്തിന് നിങ്ങളോട് പറയാൻ, നന്ദി പറയാൻ വാക്കുകളില്ലാതെ ഞാൻ അവസാനിപ്പിക്കുന്നു.